ഇല്ല അങ്ങനെയാണ് ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇല്ലുമിനാറ്റി പാടി, ഞാൻ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തല്ലോ ഞാൻ ഇല്ലുമിനാറ്റി പാടിന്. ഷമീർ ആടാ മറ്റേ ഹനാൻഷി ഈച്ചു എല്ലാം പരിപാടിക്ക് പോകുമ്പോ ഈച്ചു സണ്ടക്കിട്ട പാടുമല്ലോ. എന്താ സണ്ടക്കിട്ട ആ സാധനം ആന്ന് ഉദ്ദേശിച്ചത് കരോക്കെ ഇടാനും പറഞ്ഞു. കരോക്കെ ഇട്ടിട്ട് കരോക്കയിൽ പാട്ടിന്റെ സമയമാകുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു ഫുൾ സൈലൻസിൽ ഒരു പെട്ടെന്നൊരു സൗണ്ട് എന്നാ സന്തക്കിട്ട അമ്പിയെ പോലെ എന്തൊരു അടിപൊളിയായിരുന്നു. എല്ലാരും കാര്യമുള്ള ഷമീർ പാടിയത് എല്ലാം ഇല്ല ചാറ്റ് പറ ഷമീർ എന്തൊരു വൃത്തിയായിട്ട് പാടിയത്. ഇതാ ഷമീർ ഡബ്ല്യു സോങ്. എടാ ഇവൻ എടാ നിങ്ങൾ തന്നെ ഞാനൊരു കാര്യം അതിന്റെ വീഡിയോ ഒന്നും ഇല്ലാണ്ട് ബ്ലോഗിലുണ്ടാവും ബ്ലോഗിലൊക്കെ ആഡ് ചെയ്തോട്ടാ. അത് ആഡ് ചെയ്താൽ കോപ്പറേറ്റ് അടിക്കും. ഇല്ല ഇവൻ പാടുന്നില്ല എന്തായാലും കോപ്പറേറ്റ് അടിക്കില്ല. ഒരു ബന്ധമില്ല. ഞാൻ നോക്കൊണ്ട് പെട്ടെന്ന് അന്ന അസൽ കൊളാറ് വിളിച്ചിട്ടുണ്ട്. അസൽ കൊള്ളാർ അതിന്റെ ഉപ്പ ആ പാട്ട് ഓന്റെ അടുത്ത പാട്ടിൽ ഞാൻ പാടണം എന്നാ പറയുന്നത്. ഇതിന്റെ ഒരു വീഡിയോ ഷൂട്ട് ഇറങ്ങുന്നുണ്ട്, അതിൽ ഞാൻ പാടാൻ പോയി. അപ്പൊ നിർത്തണ പാട്ട് അത്ര അടിപൊളിയായിരുന്നു. ഡബ്ല്യു സോങ്, അതായത് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായി. അതുവരെ ഇവന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ പാടട്ടെ? എന്താണ് ഈ പാടി? ഇല്ലോ മിനാറ്റി അണ്ണൻ തെരുനാടൻ പാടി. അത് കൊളായിക്കൊണ്ടാണ് ഞാൻ പോലെ. പക്ഷെ ഡബ്ല്യു ആയത് മമ്മൂന്റെ പാട്ടാണ് അല്ല ഞാൻ ഉണ്ടായ ആൾക്കാർ പാടാം. ഡബ്ല്യു ആയത് മമ്മൂന്റെ പാട്ടായിരുന്നു. കാര്യമല്ല മമ്മ നല്ല ക്ലീൻ അടിപൊളിയായിട്ട് പാടും. ആദ്യം ഒരു ഒറ്റ ഇവനേതാ പാടാൻ പോയതറിയോ? ആദ്യം പാടാൻ പോയത് ഏതാ നിങ്ങൾ അറിയണം നാട്ടുകാരെ. ഇവനാദ്യം പറയാൻ പോയത് മറ്റേ എന്നെ മാറ്റിക്കാനാണ് പാടാൻ പോയത്. അതായത് ഇവരാടെത്തിയിട്ട് ഇവന് സംഭവം ഫുള്ള് പേടി കയറി. എന്താ പറയണ്ടേ അറിയില്ല, അത്രയും ക്രൗഡ്. ഇവ ആദ്യമായിട്ടാണല്ലോ ക്രൗഡെല്ലാം ഇടക്കിറങ്ങുന്നത്. അപ്പൊ ഇവൻ ഫുള്ള് പേടിച്ച് ഒതുക്കിട്ട് എന്നോട് ചോദിക്കാം തലശ്ശേരി ബിരിയാണി പാടാല്ലേ, നമ്മള് തലശ്ശേരി അല്ലേ ഉള്ളത്. അങ്ങനത്തെ ഒരു തരം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് മാറ്റിട്ട് സണ്ടൊക്കെ ഇട്ടാക്കിയത്. ഇന്നാ എനിക്ക് മനസ്സിലായത് നീ എങ്ങനെ വളിപ്പാട്ടെല്ലാം പാടിയെന്നുള്ളത്. ഇത് കേറി അങ്ങനെ ഞാൻ കാര്യം ഞാൻ ഓക്കെ ഞങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ക്രൗഡിന്റെ ഇടയ്ക്കേക്ക് പോകുമ്പോ നമുക്ക് പേടി അടിക്കും. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു സാധനം വരും, മനസ്സിലാവും. അതായത് അത്രയും ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കി ആവേശാക്കുന്നുണ്ടാവും. ഇതെന്താ പവറാക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കും, നമ്മളെടുത്തുനിന്ന് ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കും. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ഇതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിൽ നമ്മൾ എന്തെങ്കിലും പാടി തോന്നിയത് പറയും, അല്ല എന്തെങ്കിലും പാടും. അങ്ങനെ പാടിയതാണ് വളിപ്പാട്ട്. ഗൈസ് അറിയാത്ത ആർക്ക് ഞാൻ ഇപ്പവും പറഞ്ഞ പണ്ട് ആദ്യമായിട്ടാണ് ഞാൻ മലപ്പുറത്താണ് എന്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ അല്ല ഫസ്റ്റ് ഞാൻ ക്രൗഡിന്റെ അടുത്ത് പോകുന്നത് മലപ്പുറത്ത്. ഇതിന്റെ ഒരു